നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഖത്തർ നടത്തിയ ആക്രമണത്തിൽ സംശയങ്ങളുമായി വിദഗ്ധർ. 2 രാജ്യങ്ങൾ കടന്നാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഖത്തറിലേക്ക് എത്തിയത്. മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്നത് പൊടുന്നനെ സംഭവിക്കുന്നതല്ല എന്നാണ് നിരീക്ഷണം. മാത്രമല്ല, ചില ഒത്തുകളികൾ നടന്നുവെന്ന് സംശയിക്കുന്നവരും ഉണ്ട്. സൗദിയാണോ ഈ ഒത്തുകളിക്ക് പിന്നിൽ എന്ന് പറയുന്നവരും അനേകമാണ്. ഈ വർഷം ഇത് 2ാം തവണ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ ആക്രമണം നടത്തിയത്. ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം. സ്കൂളുകളും വിദേശ നയതന്ത്ര കാര്യാലയങ്ങളുമുള്ള ഭാഗത്തായിരുന്നു ബോംബുകൾ വർഷിച്ചത്. ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടം മാത്രം ലക്ഷ്യമിട്ട് യുദ്ധവിമാനങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുമില്ല. ആക്രമണം നടന്ന പ്രദേശത്ത് അടുത്ത് സ്കൂളുകളും വിദേശ രാജ്യങ്ങളും എംബസികളും ഉണ്ട്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല ദോഹയിലേക്ക്. അമേരിക്കൻ സൈനികരുള്ള അൽ ഉദൈദ് താവളം 25 കിലോമീറ്റർ ചുറ്റളവിലാണ്. 15 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ 10 ബോംബുകൾ ജനവാസ മേഖലയിൽ വർഷിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന വിവരം. ഖത്തറിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട്. അമേരിക്കൻ നിർമ്മിത പാട്രിയോട്ട് താഡ് എന്നിവ ഖത്തറിൽ സജ്ജമാണ്. മിസൈലുകൾ എത്തുന്നത് നേരത്തെ തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഇതൊന്നും ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ പര്യാപ്തം ആയില്ല. റഡാറിൽ കാണാൻ സാധിക്കാത്ത ആയുധമാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്നാണ് ഖത്തർ അറിയിച്ചത്. എന്തായാലും ആക്രമണം നടക്കുമെന്ന് ഖത്തറിനെ അറിയിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. ആക്രമണം നടക്കുന്ന വേളയിലാണ് വിവരം കിട്ടിയത് എന്നാണ് ഖത്തറും പറയുന്നത്. ഇത്രയും വലിയ സൈനിക നീക്കം നടക്കണമെങ്കിൽ മാസങ്ങൾ നീണ്ട ഒരുക്കം വേണമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. 1-2 ദിവസം കൊണ്ട് ഒരിക്കലും സാധ്യമല്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ഹംസി അത് അൽ ജസീറയോട് പറയുകയും ചെയ്തു. ഖത്തറിനകത്തേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്കും ജോർദാനും മുകളിലൂടെ ഏകദേശം 2000 കിലോമീറ്റർ പറന്ന് ഇവ വന്നത്. ഒരു രാജ്യവും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് അറിഞ്ഞില്ലേ എന്ന സംശയവും ന്യായമാണ്. തുർക്കിക്കും ഈജിപ്തും ഹമാസ് നേതാക്കൾക്ക് സുരക്ഷ ശക്തമാക്കണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ സമാധാന ചർച്ച വിഷയം കാണാത്തതിൽ ഖത്തർ അസ്വസ്ഥമായിരുന്നു അത്രേ. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിൽ അനുകൂലമായി പ്രതികരിക്കാൻ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ഹമാസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും വാർത്തയിൽ വന്നിരുന്നു. ഇസ്രായേലിന് ഹമാസിനെ ഇല്ലാതാക്കണം, ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണം, ഖത്തറിന് മധ്യസ്ഥർച്ചയിൽ നിന്ന് പുറത്തു കടക്കണം. ഈ 3 താൽപര്യവും ആക്രമണത്തിൽ പിന്നിലുണ്ട് എന്നാണ് അമേരിക്കൻ എഴുത്തുകാരൻ മുസഫ് ഹസൻ യൂസഫ് പറയുന്നത്.